ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് നാം ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുക. നസ്രത്തു നാട്ടിലെ നല്ലിടയ, നന്മ നിറഞ്ഞൊരു നൽമരമേ, ശാന്തശീലനാം പിതാമകനേ, തിരുക്കുടുംബത്തിൻ പരിപാലക. നസ്രത്തു നാട്ടിലെ നല്ലിടയ, നന്മ നിറഞ്ഞൊരു നൽമരമേ, ശാന്തശീലനാം പിതാമഹനേ, തിരുക്കുടുംബത്തിൻ പരിപാലക. ഒരിക്കൽ യൗസേപ്പിതാവിനെ പറ്റിയുള്ള ഒരു ലേഖനം വായിക്കാനിടയായി. അത് താല്പര്യമുണ്ടായിട്ട് വായിച്ചതല്ല, മറിച്ച് അതിൻ്റെ തലക്കെട്ട് വായിച്ചതുകൊണ്ട് മാത്രം ആ ലേഖനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചതാണ്. ആ തലക്കെട്ട് വായിച്ചപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാരണം തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടെല്ലില്ലാത്തവനാണ് യൗസേപ്പിതാവ്. പ്രിയമുള്ളവരെ, യൗസേപ്പിതാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, യൗസേപ്പിതാവിൻ്റെ ദേവാലയത്തിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ലേഖനം വായിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത്, ഇത് ഏതെങ്കിലും ഒരു കത്തോലിക്കരല്ലാത്ത പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ മാസികയാണ് എന്നാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചത്, അത് ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഞെട്ടൽ അനുഭവപ്പെട്ടത്, അത് എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രൊഫസറെ വിളിച്ച് 2 വർത്തമാനം പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി. എങ്കിലും ആ ലേഖനം ഒന്ന് ആഴമായി വായിച്ചതിന് ശേഷം ഈ പ്രൊഫസറെ വിളിക്കാമെന്ന് തീരുമാനിച്ച് ആ ലേഖനത്തിലൂടെ ഞാൻ കടന്നുപോയി. ലേഖനം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കാരുണ്യവാനായ കർത്താവേ, എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടെല്ലില്ലാത്ത യൗസേപ്പിതാവിനെ പോലെ എൻ്റെ ജീവിതത്തെയും നീ മാറ്റണമേ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത്? പ്രിയമുള്ളവരെ, യൗസേപ്പിതാവിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നില്ല, മറിച്ച് യൗസേപ്പിതാവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലേഖകൻ യൗസേപ്പിതാവിന് കൊടുത്ത സുന്ദരമായ ഒരു വിശേഷണമാണ് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്തവൻ, നട്ടെല്ലില്ലാത്തവൻ. കാരണം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിലാണ് യൗസേപ്പ് തീരുമാനമെടുക്കുന്നത്. തീരുമാനം വേറൊന്നുമായിരുന്നില്ല. എന്താണ്? രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ 1:24 നാം വീണ്ടും വായിക്കുന്നു, അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവനെടുത്ത തീരുമാനം ഉപേക്ഷിക്കാനാണ്, പക്ഷേ അത് അവന് നടപ്പിൽ വരുത്താൻ പറ്റിയില്ല. കാരണം എന്താ? കാരണം അവനെടുത്ത തീരുമാനം അവൻ ദൈവത്തിനു മുമ്പിലേക്ക് സമർപ്പിച്ചു. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ടു, ദൈവമേ, ഞാൻ എടുത്ത തീരുമാനം ഇതാണ്. എനിക്കറിയില്ല ഇതാണോ നല്ല തീരുമാനം, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അപ്പോൾ ദൈവം സ്വപ്നത്തിലൂടെ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞു, എടാ, നീ എടുത്ത തീരുമാനം കൊള്ളത്തില്ല, അതുകൊണ്ട് അത് നീ മാറ്റിവെച്ചേക്ക്. എന്നിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാം, അതാണ് നല്ല തീരുമാനം, നീ അവളെ സ്വീകരിക്കണം. വളരെ സുന്ദരമായ ഒരു ജീവിത ശൈലി യൗസേപ്പിതാവ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും അവകാശവും നമ്മൾക്കുണ്ട്. പക്ഷേ അത് നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് ഞാൻ എടുത്ത തീരുമാനം അത് ദൈവത്തിനു കൂടെ ഇഷ്ടപ്പെട്ടതാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. യൗസേപ്പിതാവിൻ്റെ തിരുനാളിലേക്ക് നമ്മളെ തന്നെ ഒരുക്കി മുന്നേറുമ്പോൾ യൗസേപ്പിതാവിൻ്റെ ഈ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. തീരുമാനങ്ങൾ എടുക്കാം, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് എൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ തീരുമാനവും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കാം. ഒന്ന് തന്നെയാണെങ്കിൽ അതിൽ തുടരാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം നമുക്ക് സ്വന്തമാക്കാം. അതെ,
എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടെല്ലില്ലാത്ത ഒരു വിശുദ്ധനായി, നട്ടെല്ലില്ലാത്ത യൗസേപ്പിതാവിനെ പോലെ എന്നെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നട്ടെല്ലിന് പകരം ദൈവകൃപ സ്ഥാപിച്ചുകൊണ്ട് കൃപയിൽ ആഴപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.